ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിൻ്റെ EVS ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 1 ഗ്രീൻ എർത്ത് എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ട് 2 വീഡിയോയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ളത് മാച്ച് ദ ഫോളോയിങ് മുതലാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നുള്ളതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മാച്ച് ദ ഫോളോയിങ് മുതലാണ് എടുക്കാനുള്ളത്. അപ്പോൾ എന്താണ് സ്റ്റെമ്മ്, ലീഫ്, റൂട്ട്. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ളത് മാച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റെമ്മിൻ്റെ ഒന്ന് അവർ മാച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. എന്താണ്? ക്യാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ് ടു ദ ലീവ്സ്. എന്താണ്? വാട്ടറും ന്യൂട്രിയൻസും ഒക്കെ എന്ത് ചെയ്യും? ലീവ്സിന് എത്തിച്ചു കൊടുക്കും. അതായത് ഈ റൂട്ട് എന്ത് ചെയ്യും? ഒരുപാട് വാട്ടറും അതുപോലെ തന്നെ ന്യൂട്രിയൻസും ഒക്കെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അതൊക്കെ ലീവ്സിലേക്ക് എത്തിക്കുകയാണ് ആര് ചെയ്യുക? സ്റ്റെമ്മ്. ഓക്കെ, ഇനി അടുത്തത് ഇതുപോലെ മാച്ച് ചെയ്യണം. ദെൻ രണ്ടാമത്തെ എന്താണ്? ലീഫാണ് വരുന്നത്. അപ്പോൾ ലീഫ് എന്താ ചെയ്യുക? പ്രിപ്പയർസ് ദ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്. എന്താണ്? പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡ് എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അതാരാണ് ചെയ്യുക? ലീഫാണ് ചെയ്യുക. പ്ലാന്റ്സിന് ആവശ്യമായ ഫുഡ് പ്രിപ്പയർ ചെയ്യും. then അടുത്തത് എന്താ? അടുത്തത് റൂട്ടാണ്. അപ്പോൾ റൂട്ട് എന്തൊക്കെ ചെയ്യുക? ഫിക്സസ് ദ പ്ലാന്റ് ഇൻ ദ സോയിൽ. അപ്പോൾ എന്താണ്? പ്ലാന്റിന് സോയിലിൽ നിർത്തുന്നത് ആരാണ്? റൂട്ടാണ്. ഫിക്സസ് ദ പ്ലാന്റ് ഇൻ ദ സോയിൽ. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഒരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്. അബ്സോർബ്സ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ്സ് ഫ്രം ദ സോയിൽ. അപ്പോൾ എന്താണ്? ഈ പ്ലാന്റ്സിന് വളരാൻ ആവശ്യമായിട്ടുള്ള വാട്ടറും അതുപോലെ തന്നെ ന്യൂട്രിയൻസും സോയിൽ നിന്ന് അബ്സോർബ് ചെയ്യാറാണ്? റൂട്ടാണ്. എന്താണ്? അബ്സോർബ്സ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. Then varieties of leaves. Observe the plants in the school biodiversity garden and complete the table by listing the features of their leaves. അപ്പോൾ എന്താണ്? താഴെ ഒരു ടേബിൾ ഉണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്പർ, നെയിം ഓഫ് ദ പ്ലാന്റ് എഴുതുക, ദെൻ ഷേപ്പ് ഓഫ് ദ ലീഫ് എഴുതുക, ഡു ലീവ് സ്മെല്ല്. അപ്പോൾ എന്താണ്? ഈ ലീഫ് സ്മെല്ലുണ്ടാവും. സ്മെല്ലുണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതുക, അല്ലെങ്കിൽ അല്ലാന്ന് എഴുതുക. കളർ ഓഫ് ദ ലീവ്സും എഴുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കി നോക്കാം. രണ്ടാമത് നമുക്ക് മാംഗോ ട്രീ എന്ന് എഴുതാം. അപ്പോൾ ഷേപ്പ് ഓഫ് ദ ലീഫ് എന്തായിരിക്കും? ലോങ് ആൻഡ് ടാപ്പറിങ്. ഡു ലീവ് സ്മെൽ. അപ്പോൾ മാംഗോ ട്രീയുടെ ലീവ്സിന് സ്മെല്ലുണ്ടോ? സ്മെല്ലുണ്ട്. അപ്പോൾ അവിടെ യെസ് എന്ന് എഴുതാം. ദെൻ അടുത്തത് കളർ ഓഫ് ദ ലീവ്സ്. ലീവ്സിൻ്റെ കളർ ഏതാണ്? ഗ്രീൻ. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമുക്ക് റോസ് എഴുതാം. ഷേപ്പ് ഓഫ് ദ ലീഫ് എങ്ങനെയാണ്? റൗണ്ട് ആൻഡ് ഫ്ലാറ്റ്. റൗണ്ട് ആയിട്ട് ഫ്ലാറ്റ് ഷേപ്പിലാണ് റോസിൻ്റെ ലീഫ്. ഇനി അതിന് സ്മെല്ലുണ്ടോ? ലീവ്സിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല. അപ്പോൾ അവിടെ നോ എന്ന് കൊടുക്കുക. ദെൻ കളർ ഓഫ് ദ ലീവ്സ് എന്താ? പിന്നെയും ഗ്രീൻ തന്നെയാണ്. ഇനി നമുക്ക് മണി പ്ലാന്റ് എഴുതാം. മണി പ്ലാന്റ് എങ്ങനെയാണ്? റൗണ്ട് ആൻഡ് ഫ്ലാറ്റ് ആണ്. മണി പ്ലാന്റിൻ്റെ ലീവ്സിന് സ്മെല്ലുണ്ട്. അപ്പോൾ യെസ് എന്ന് എഴുതുക. ദെൻ കളർ ഓഫ് ദ ലീവ്സ് എന്താണ്? യെല്ലോ. അപ്പോൾ അവിടെ യെല്ലോ എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. വാട്ട് ഡിഫറൻസസ് ഡിഡ് യു ഫൈൻഡ്? അപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിച്ചു? ട്രൈ ടു റൈറ്റ് ദം ഡൗൺ. അപ്പോൾ എന്തൊക്കെയാണ്? ദർ ഈസ് വെറൈറ്റി ഇൻ കളേഴ്സ്. അപ്പോൾ എന്താണ്? ഒരുപാട് നിറത്തിലുണ്ട്. ദെൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അടുത്തത് വെറൈറ്റി ഇൻ ഷേപ്സ്. ദർ ഈസ് വെറൈറ്റി ഇൻ ഷേപ്സ് എന്ന് എഴുതാൻ പറ്റും. ദെൻ അടുത്ത പോയിന്റ് നമുക്ക് എന്ത് എഴുതാം? സം ഓഫ് ദ ലീവ്സ് ഹാസ് സ്മെല്ല്. ചില ലീവ്സിന് സ്മെല്ലുണ്ട് എന്ന് എഴുതാൻ പറ്റും. പ്ലേസ് ദ ലീവ്സ് അണ്ടർലൈൻ ദ പേപ്പർ ആൻഡ് ഡ്രോ ഓവർ ഇറ്റ് വിത്ത് ക്രയോൺ. ഒബ്സർവ് ദ പാറ്റേൺസ്. അപ്പോൾ എന്താണ്? ഈ ലീവ്സ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ പേപ്പറും ക്രയോണൊക്കെ വെച്ചിട്ട് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ പാറ്റേൺസ് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത പേജിൽ എന്താ പറയണമെന്ന് നോക്കി നോക്കാം. Leaf figures. See the figures of creatures made using different kinds of leaves. Can you make similar figures? അപ്പോൾ എന്താണ്? ഈ ലീവ്സ് വെച്ചിട്ട് പലതരം ക്രിയേച്ചേഴ്സിനെ വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരും ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? വെറൈറ്റി ഇൻ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിലെ വെറൈറ്റീസ്. പ്ലീസ് ഡോണ്ട് പ്ലക്ക് മൈ ഫ്ലവർ.
അപ്പോൾ എന്താണ് എൻ്റെ ഫ്ലവർ പ്ലക്ക് ചെയ്യല്ലേ എന്നാണ് ആ പ്ലാന്റ് പറയണത്. ഓക്കെ, വൈ ഡസ് ദിസ് പ്ലാന്റ് സേ സോ ടു പ്ലക്ക് ഇറ്റ്സ് ഫ്ലവേഴ്സ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ്? ഹൂ ആർ ബെനഫിറ്റഡ്? ലിസ്റ്റ് ഔട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? ബീസ് ഗെറ്റ് ഹണി. എന്താണ്? ബീസിന് ഹണി കിട്ടും. ദെൻ നമുക്ക് 2 പോയിൻറ്റ്സ് എഴുതി ചേർക്കാം. ബട്ടർഫ്ലൈസ് ഗെറ്റ് ഹണി. ബട്ടർഫ്ലൈസിന് ഹണി കിട്ടും. ദെൻ അടുത്തത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സം ഫ്ലവേഴ്സ് ആർ മെഡിസിൻസ്. ചില ഫ്ലവേഴ്സ് എന്താണ്? മെഡിസിൻസ് ആണ്, അതായത് മരുന്നാണ്. അടുത്തത് എന്താ? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ് ആണ്. അപ്പോൾ ആദ്യത്തേത് ഏതാണ്? റോസ് ആണ്, റോസ്. ഇനി രണ്ടാമത്തത് കണിക്കൊന്ന. അപ്പോൾ അതിനെന്താ പറയുക? കാസിയ, CASSIA. ഇനി മൂന്നാമത്തത് എന്താ? മുല്ലപ്പൂവാണ്, ജാസ്മിൻ. ഇനി അടുത്തത് എന്താ? 10 മണിപ്പൂവാണ്. അതിനെന്താ പറയുക? പോർച്ചുലക്ക. ഇനി അടുത്തത് സെനിയ. ദെൻ ലാസ്റ്റ് വൺ ഏതാണ്? മാരിഗോൾഡ്. Find out the names of flowers given in the pictures and write them in the space provided. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഹൗ ഡു ദേ ഡിഫർ അതർ ദെൻ ഇൻ സ്മെൽ, കളർ ആൻഡ് ഷേപ്പ്? ഒബ്സർവ് മോർ ഫ്ലവേഴ്സ് ആൻഡ് റൈറ്റ് അബൌട്ട് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ എന്താണ്? അപ്പോൾ ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ സൈസും ഷേപ്പിനൊക്കെ കുറിച്ചിട്ട്, സ്മെല്ലിനെയൊക്കെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ കൂട്ടുകാരുടെ EVS ബുക്കിൽ എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ നോക്കി നോക്കാം. നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് 2. അപ്പോൾ എന്താണ്? കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സ് ഒന്ന് നോക്കുക. ഹാവ് യു സീൻ the plants given in the pictures? അപ്പോൾ എന്താണ് ഈ പിക്ചേഴ്സ് കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? Do they bloom? Do all the plants bloom? Search and find out. അപ്പോൾ എന്താണ്? എല്ലാ ഫ്ലവേഴ്സും ബ്ലൂം ചെയ്യോ? അതായത് എല്ലാ ഫ്ലവേഴ്സും വിരിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. The major parts of the plants are root, stem and leaf. അപ്പോൾ എന്താണ്? ഒരു പ്ലാന്റിൻ്റെ മേജർ പാർട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റൂട്ടും സ്റ്റെമ്മും ലീഫുമാണ്. എന്തൊക്കെയാണ്? റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്. ദെൻ ഫ്ലവേഴ്സ് ഡെവലപ്പ് അറ്റ് ദ സ്റ്റേജ് ഓഫ് പ്ലാന്റ്സ് ഗ്രോത്ത്. അപ്പോൾ പ്ലാന്റ്സ് വളരുന്ന സമയത്താണ് എന്ത് ഡെവലപ്പ് ചെയ്യുക? ഫ്ലവേഴ്സ് ഡെവലപ്പ് ചെയ്യുക. ഫ്ലവേഴ്സ് ദെൻ ബിക്കം ഫ്രൂട്ട്സ്. അപ്പോൾ ഈ ഫ്ലവേഴ്സാണ് എന്തായിട്ട് മാറുക? ഫ്രൂട്ട്സ് ആയിട്ട് മാറുക. അപ്പോൾ ഫ്ലവേഴ്സ്, പ്ലാന്റ്സ് വളരുമ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാവും. ദെൻ ആ ഫ്ലവേഴ്സ് എന്തായി മാറും? ഫ്രൂട്ട്സ് ആയി മാറും. ഓൾ പ്ലാന്റ്സ് ഡു നോട്ട് ബ്ലൂം. അപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. എന്താണ്? എല്ലാ പ്ലാന്റ്സും ബ്ലൂം ചെയ്യില്ല. എല്ലാ പ്ലാന്റ്സും വിരിയില്ല. ഓക്കെ, ഓൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ് ഓൾസോ. അതുപോലെ തന്നെ എല്ലാ ഫ്ലവേഴ്സും എന്താവില്ല? എല്ലാ ഫ്ലവേഴ്സും ഫ്രൂട്ട്സ് ആവില്ല. ഹാവ് യു സീൻ പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ പ്ലേസസ് വിത്തൗട്ട് സഫിഷ്യൻറ്റ് വാട്ടർ? വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്? അപ്പോൾ എന്താണ്? നല്ല വെള്ളമില്ലാത്ത സ്ഥലത്തും എന്തുണ്ടാവും? പ്ലാന്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ്, അതായത് മരുഭൂമിയിലൊക്കെ പ്ലാന്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഡീപ്പ് റൂട്ട്സ് ആയിരിക്കും, സ്മോൾ ലീവ്സ് ആയിരിക്കും, ലൈറ്റ് കളേർഡ് ലീവ്സ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് എന്താ? നീലക്കുറിഞ്ഞിനെ കുറിച്ചിട്ടാണ്. നീലക്കുറിഞ്ഞി, ദിസ് ഈസ് എ റയർ പ്ലാന്റ് ദാറ്റ് ബ്ലൂംസ് വൺസ് ഇൻ 12 years. അപ്പോൾ എപ്പോഴാണ് ബ്ലൂം ചെയ്യുക? 12 വർഷത്തിൽ ഒരിക്കലാണ് ഈ നീലക്കുറിഞ്ഞി ബ്ലൂം ചെയ്യുക. Once the flower blooms, it will stay without withering for up to 3 months. അപ്പോൾ ഒരു വട്ടം ബ്ലൂം ചെയ്താൽ എന്താണ്? 3 മാസം വരെ അതങ്ങനെ നിൽക്കും. ദേ ആർ ബ്ലൂ ഇൻ കളർ. അപ്പോൾ ഏത് നിറത്തിലാണ് കാണുക? ബ്ലൂ കളറിലാണ്. നീലഗിരി ഹിൽസ് ഗെറ്റ് ഇറ്റ്സ് നെയിം ഫ്രം ദ ഫ്ലവർ നീലക്കുറിഞ്ഞി. അപ്പോൾ നീലഗിരി ഹിൽസ് എന്ന് ആ ഹില്ലിന് പേര് കിട്ടിയത് എവിടെ നിന്നാണ്? ഈ നീലക്കുറിഞ്ഞി എന്ന ഫ്ലവറിൽ നിന്നാണ്. അപ്പോൾ ഈ നീലക്കുറിഞ്ഞിയുടെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്? അപ്പോൾ എന്താണ്? പ്ലാന്റ്സിൻ്റെ ബെനഫിറ്റ്സ്, ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും 2 എഴുതുക. ദേ ഗീവ് ഷെയ്ഡ് തരും. അതുപോലെ തന്നെ ദേ ഗീവ് ഫ്രൂട്ട്സ് തരും. ദേ ഗീവ് ഫ്ലവേഴ്സ് തരും. ക്ലൈമറ്റ് റെഗുലേഷൻ, ദെൻ ഓക്സിജൻ പ്രൊഡക്ഷൻ, പ്രിവെൻറ്റ് സോയിൽ എറോഷൻ. അങ്ങനെ ഒരുപാട് യൂസസ് ഉണ്ട് ഈ പ്ലാന്റ്സിനെ കൊണ്ട്.
It is our duty to keep the earth green by planting and protecting plants. Don't you think so? അപ്പോൾ എന്താണ് നമ്മുടെ ഡ്യൂട്ടിയാണ് എന്ത് എന്നുള്ളത്? ടു കീപ് ദ എർത്ത് ഗ്രീൻ ബൈ പ്ലാന്റിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് പ്ലാന്റ്സ്. പ്ലാന്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടും പ്ലാൻ ചെയ്തിട്ടും എന്ത് ചെയ്യുക? ഒരു ഗ്രീനറി, എർത്ത് ഒരു ഗ്രീനറി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.